നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് പറയുന്നത്. അതും ചോതി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. മറ്റ് നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോയിൽ ഇട്ടിരുന്നു. ചോതി നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതായത് അതിലേക്ക് കടക്കുന്നു, മേടൻ രാശിയിലേക്ക് കടക്കുന്നു. അന്നാണ് നാം സാധാരണ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 15-ാം തീയതിയാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുള്ള കാരണം സൂര്യൻ തൻ്റെ രാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് രാവിലെ 9:34 അപ്പൊ അതിനു മുമ്പ് സൂര്യോദയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് 9 മണിക്കാണ് മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് എന്നതിനാൽ 2026 ഏപ്രിൽ 15-ാം തീയതിയാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ സൂര്യന്റെ മേടൻ രാശിയിലേക്കുള്ള ആ സംക്രമത്തിന്റെ ഫലമായി ആ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ശൂലത്തിൽ 9 നക്ഷത്രങ്ങളും ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളുമാണ് വേർതിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ശൂലത്തിൽ തന്നെ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം. ഷഡ്ഗത്തിലും അതേപോലെ തന്നെ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ 18 നക്ഷത്രക്കാർ ഷഡ്ഗത്തിലും 9 നക്ഷത്രക്കാർ ശൂലത്തിലുമാണ് വരുന്നത്. അതിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ അവസ്ഥയാണ് വിഷുഫലമായി ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലമായി എല്ലാവർക്കും നല്ലതാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ അവരെ സംബന്ധിച്ച് അവരുടെ ജാതകത്തിൽ ദശാസമയവും അപഹാര സമയവും ദശാനാഥനും അപഹാരനാഥനും ഒക്കെ നല്ല വിധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഫലം അവരെ സംബന്ധിച്ച് അധികം ദോഷാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതല്ല. നേരെ മറിച്ച് ദോഷദശാസമയവും അപഹാര സമയവും ഒക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് വിഷുഫലം അത്ര ഗുണകരമായിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിന്റെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം നല്ല ഫലമല്ല കാണുന്നത്. പൊതുവെ നല്ല ഫലമല്ല കാണുന്നത്. വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ് ഈ വിഷുഫലമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ആയുധം കൊണ്ടുള്ള ഭയം ഉണ്ടാവും. കാരണം ഈ നക്ഷത്രക്കാർ അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരേ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രങ്ങളെ. ഈ നക്ഷത്രം, ഈ ചോതി നക്ഷത്രം അന്ത്യശൂലത്തിലാണ് വരുന്നത്. അപ്പൊ അന്ത്യശൂലത്തിലുള്ള നക്ഷത്രത്തിന്
അത്ര ഗുണകരമല്ല വിഷുബലം. ആയുധം കൊണ്ടുള്ള ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവ്, ചതവ് എന്നിവ ശരീരത്തിൽ ഏൽക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവർക്കോ അവർ വളരെയധികം അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ശരീരത്തിൽ അതുമൂലം അവർക്ക് മുറിവുണ്ടാകാൻ സാധ്യത ഉണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് ആവശ്യമാണ്. എൻ്റെ ചാനലിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ അത് എനിക്ക് ഗുണകരമായി തീരുന്നതാണ്. അതൊക്കെ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളർത്തുമൃഗങ്ങൾ മൂലം ഇവർക്ക് ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷുഫലമായിട്ട് വളർത്തുമൃഗങ്ങൾ, അതായത് പശു മുതലായ വളർത്തു മൃഗങ്ങളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ചില നാശനഷ്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. പെട്ടെന്നായിരിക്കുള്ളത്. ആരോഗ്യത്തിൽ ശ്രദ്ധക്കുറവ് വരാൻ പാടില്ല. ആരോഗ്യം ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വിഷുഫലമായി വന്നു ചേരുന്നത്. പെട്ടെന്ന് രോഗങ്ങൾ വന്നു കൂടാം. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് എപ്പോഴാണ് നമ്മൾക്ക് വിനയായി മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വളർത്തുമൃഗങ്ങളുമായി ഇടപഴകി കഴിയുമ്പോൾ അവരിൽ നിന്നും നമ്മൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചോതി നക്ഷത്രത്തിന്റെ അധിപനാരാണ്? രാഹുവാണ്. ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. അപ്പൊ രാഹു എന്ന് പറഞ്ഞ ഒരു പാപഗ്രഹവും, അതെ, നാഗങ്ങളാണ് രാഹുവിന്റെ ദേവതകൾ. അതുകൂടാതെ നക്ഷത്ര രാശി തുലാമാണ്. തുലാമാണ് ഈ ചോതി നക്ഷത്രത്തിന്റെ നക്ഷത്ര രാശി. ഇവരെ സംബന്ധിച്ച് വിഷുഫലമായി മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മനക്ലേശങ്ങൾ ഉണ്ടാവും. കർമ്മപരമായ തടസ്സങ്ങൾ, ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ മിക്കതിലും ഇവർക്ക് തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവും ഇവർക്കുണ്ടാവും. അതുവഴി ഇവർക്ക് അതിൽ തടസ്സങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായി നോക്കുമ്പോൾ ധനപരമായ ചെലവ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൂടാതെ കുടുംബ സംബന്ധമായി ചിന്തിക്കുമ്പോൾ കുടുംബത്തിലും അത്ര നല്ല ഒരു അവസ്ഥയായിരിക്കില്ല കുടുംബത്തിലും ഉണ്ടാകുന്നത്. കുടുംബ അംഗങ്ങൾ തമ്മിലും അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കൾ തമ്മിലുമൊക്കെ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത് പെരുമാറി പോയിരുന്നവർ പോലും ഈ വിഷുഫലമായി അവരിൽ നിന്നും അകന്നു പോകാൻ സാധ്യത ഉണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ, ഈ ചോതി നക്ഷത്രക്കാർ വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വിഷുഫലമായി അവർക്ക് വാഹന സംബന്ധമായ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്
ഈ വിഷുഫലം അത്ര മെച്ചമല്ല. ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതും ഇവരെ പിന്തുടരുന്നതുമാണ്. ഈ എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലം ഗുണം ചെയ്യും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, ഇല്ലേ? എന്നാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും വിഷുഫലം വളരെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പൊ അത് പറയുന്നത് ശരിയല്ല. അപ്പൊ ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളുണ്ടെന്നും ഗുണങ്ങളുണ്ടെങ്കിൽ ഗുണങ്ങളുണ്ടെന്നും തന്നെ പറയണം. അപ്പൊ ഇങ്ങനെ ഈ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം ദോഷാനുഭവങ്ങൾ തരുന്നതാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ ഗ്രഹനിലയും ദശാസമയവും അപകാര സമയവും ഒന്ന് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇവരുടെ ദശാസമയവും ദശാനാഥനും അപകാര സമയവും അപകാരനാഥനും ഒക്കെ നല്ലതാണെങ്കിൽ ഈ ദോഷാനുഭവങ്ങൾ ഇവരെ ഏശുന്നതല്ല. മൊത്തത്തിൽ ഈ ഇവരുടെ ദശാനാഥന്മാരുടെയും അപകാരനാഥന്മാരുടെയൊക്കെ കാരുണ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. മിത്രങ്ങൾ വരെ ഇവർക്ക് ശത്രുക്കളായി മാറാവുന്നതാണ്. മിത്രങ്ങൾ വരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ വേർപാടും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ഇവരിൽ നിന്നും പലരും അകന്നു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുകൂടാതെ ഇവർ പുല കുളിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളും വരും. അതായത് പുല കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ മരണസംബന്ധമായി ഇവർക്ക് പുല കുളിക്കേണ്ട കാര്യങ്ങളും ഈ വിഷുഫലമായി ഇവർക്ക് വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം അത്ര ഗുണകരമല്ല. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.